ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പോർച്ചുഗലിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമു പോർച്ചുഗീസ് പ്രസിഡന്റ് മാർസലോ റെബലോ ഡി സുസയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇന്ത്യ പോർച്ചുഗീസ് ബന്ധം ചരിത്രപരമാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ദ്രൗപദി മുർമു പറഞ്ഞു. ഈ ബന്ധം ആധുനികവും ബഹുമുഖവുമായ പങ്കാളിത്തമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരം, പുനരുപയോഗ ഊർജ്ജം, ഗ്രീൻ ഹൈഡ്രജൻ, IT, സ്റ്റാർട്ടപ്പുകൾ, നവീകരണം, നൈപുണ്യ, മൊബിലിറ്റി എന്നീ മേഖലകളിൽ ഇന്ത്യയും പോർച്ചുഗലും പങ്കാളിത്തം ശക്തിപ്പെടുത്തും. ടൂറിസം, സംസ്കാരം, വിദ്യാഭ്യാസം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായതായും രാഷ്ട്രപതി വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയിൽ ഏകോപനത്തിനും സഹകരണത്തിനും ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ഇന്ത്യ പോർച്ചുഗൽ ബന്ധത്തിന്റെ 50 വർഷങ്ങൾ അടയാളപ്പെടുത്തുന്ന സ്റ്റാമ്പും ദ്രൗപദി മുർമു പുറത്തിറക്കി. പോർച്ചുഗീസ് കവി ലൂയിസ് വാസ് ഡി കാമോസിന്റെ സ്മൃതി കുടീരത്തിൽ രാഷ്ട്രപതി പുഷ്പചക്രം അർപ്പിച്ചു. പ്രധാനമന്ത്രി ലൂയിസ് മോണ്ടിനെഗ്രോ, പാർലമെന്റ് സ്പീക്കർ ജോസ് പെഡ്രോ അഗ്യുവർ ബ്രാങ്കോ എന്നിവരുമായും ദ്രൗപദി മുർമു കൂടിക്കാഴ്ച നടത്തും. പോർച്ചുഗലിലെ ഇന്ത്യൻ സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. നാളെയും മറ്റന്നാളും രാഷ്ട്രപതി സ്ലോവാക്യ സന്ദർശിക്കും. പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുടെ ക്ഷണപ്രകാരമാണ് ദ്രൗപദി മുർമുവിന്റെ സ്ലോവാക്യ സന്ദർശനം. 29 വർഷത്തിനിടെ സ്ലോവാക്യ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു.